ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ അരി കുതിർത്താതെയും മാവ് അരയ്ക്കാതെയും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല, പക്ഷെ എന്തായാലും ഞാനിതിന് സ്റ്റഫ്ഡ് ഇന്ത്യൻ പാൻ കേക്ക് എന്ന് ഒരു പേരിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ, സൂചി റവയാണ് എടുത്തിരിക്കുന്നത്. അധികം തരിയില്ലാത്ത റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വറുത്തിട്ടൊന്നുമില്ല, അങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർക്കാൻ പോണത്. 1/2 കപ്പ് തൈര് ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് യൂസ് ചെയ്തത്. ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് തൈരായാലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് ഇതിനെയൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് ഒട്ടും തരിയും കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആ തൈരിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു ദോശമാവിൻ്റെ പരുവാണ് വേണ്ടതെങ്കിലും ഇപ്പം നമ്മൾ അത്രയ്ക്ക് ആക്കണ്ട. ഇതുപോലെ കുറച്ച് കട്ടിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതിനെ അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള സ്റ്റഫിങ് തയ്യാറാക്കുകയാണ്. ഞാനൊരു ചെറിയ പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് 1 വലിയ ഉള്ളി, 1 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ടു. പിന്നെ 1 ക്യാരറ്റും പൊടിയായി അരിഞ്ഞത് ഞാനതിൽ ചേർത്ത് അടച്ചു വെച്ച് ആ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് വാടുന്നവരെ കുക്ക് ചെയ്തു. എന്നിട്ട് ഞാനിതിൽ ഒരു 1/2 കപ്പ് ബ്രോക്കലി കൂടി ചേർത്തു. അത് പിന്നെ പെട്ടെന്ന് വേവും. അതൊന്ന് വെന്ത് കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് 1 ഉരുളക്കിഴങ്ങ് ആദ്യമേ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഈ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക, മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കാനായിട്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ച് കട്ടിയായിട്ടുള്ളത്. നമ്മുടെ ആ 1 കപ്പിലുള്ള ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 1/3 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആ ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവിൻ്റെ നടുക്കുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ തൈരിലുള്ള വെള്ളം അനുസരിച്ച് നിങ്ങളുടെ വെള്ളം ഒഴിക്കുമ്പം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഈ മാവ് മിക്സ് ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് അത് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഏകദേശം ഒരു 1/2 തൊട്ട് 1/4 തവി വരെ മാവ് അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ തന്നെ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഒരു പാറ്റി പോലെ ഉണ്ടാക്കി അതിനെ ഇതിൻ്റെ നടുക്കായിട്ട് അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുക എന്നുണ്ടെങ്കിൽ അത്ര ശരിയാവില്ല, മാവാകെ പരന്നു പോകും. അതിനുശേഷം നമ്മൾ കുറച്ച് തവിയിൽ തന്നെ ബാക്കിയുള്ള മാവോ അല്ലെങ്കിൽ കുറച്ചും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെച്ച ഫില്ലിങ് മുഴുവനായിട്ട് ആ മാവ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. എവിടെയും ഒരു ഓപ്പണിങ്ങും ഉണ്ടാവാൻ പാടില്ല. നമ്മളിതൊക്കെ ചെയ്യുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. എന്നിട്ട് നമ്മളിതിനെ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്യാം. അത് കഴിയുമ്പം അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഒരു സൈഡ് നന്നായി കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു തരി എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം, അത് ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്കിതിനെ മറിച്ചിട്ടിട്ട് ഒരു 1-1.5 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റഫ്ഡ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടില്ലേ? നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. ഇതിന് കറികളൊന്നും ആവശ്യമില്ല, നമ്മുടെ ഈ സ്റ്റഫിങ് തന്നെ മതി. അത് തന്നെ ഞാനിപ്പോൾ ഈ സ്റ്റഫിങ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് സ്റ്റഫിങ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. ചിക്കനോ മുട്ടയോ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊരു വെജിറ്റേറിയൻ ഓപ്ഷൻ കാണിച്ചു എന്ന് മാത്രം. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.